അപ്പൊ ബാലൻസ് തിയറി നമ്മൾ മുമ്പ് ഏതിലോ പഠിച്ചിട്ടുണ്ട്, മോട്ടിവേഷനിലോ ഏതിലോ ഉണ്ടായിരുന്നു. പക്ഷെ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് എല്ലാ ഡയഗ്രംസ് ഒന്നും വെച്ച് പറഞ്ഞിട്ടുണ്ടാവില്ല. അപ്പൊ ഇപ്പൊ നമ്മൾ അത്യാവശ്യം ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോവാണ്. നല്ലോണം ശ്രദ്ധിച്ച് കേൾക്കണേ, അല്ലെങ്കിൽ കൺഫ്യൂഷനോ. പ്രപ്പോസ് ചെയ്തത് ആരാണ്? ഫ്രിറ്റ്സ് ഹെയ്ഡർ ആണ്. ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പിലൊക്കെ ഉള്ള ബാലൻസിനെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. ഇപ്പൊ ഇവിടെ ബാലൻസ് ആവുന്ന 4 കണ്ടീഷൻ ഉണ്ട്, അതേപോലെ അൺബാലൻസ് ആവുന്ന 4 കണ്ടീഷൻ ഉണ്ട്. ഏതൊക്കെയാണെന്ന് നോക്കാം. ബാലൻസ് ആവുക മിക്കവാറും ഈ ഒരു ഈവൺ നമ്പറിലാണ് ബാലൻസ് ആവുക. 0 അല്ലെങ്കിൽ ഈവൺ നമ്പറിലാണ് ബാലൻസ് ആവുക കേട്ടോ. അതായത് ഇപ്പൊ ഇവിടെ 2 നെഗറ്റീവ് ആണ്, അപ്പൊ ബാലൻസ് ആണ്. ഇവിടെ 2 നെഗറ്റീവ്, ബാലൻസ്. അങ്ങനെ 2 നെഗറ്റീവ് ഉണ്ട്, അങ്ങനെയുള്ള കേസിലാണ് ബാലൻസ് ആവുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മളൊരു എക്സാമ്പിൾ വെച്ച് പറയാണ്. ഈ പി എന്ന് പറയുന്നത് നമ്മളും ഒ എന്ന് പറയുന്നത് നമ്മളെ കോവർക്കറും ആണെന്ന് വിചാരിക്കാം. ഇപ്പൊ പിയും ഒയും തമ്മിൽ ലൈക്ക് ആണ്. ലൈക്ക് ആവുമ്പോ എന്താ, നമുക്ക് പോസിറ്റീവ് കൊടുത്ത്. ഇനി പി എക്സ് എന്ന് പറഞ്ഞാൽ എന്താ, വേറൊരു അതർ ഒബ്ജക്റ്റ്. ഇവിടെ ഒബ്ജക്റ്റ് ഏതാണ്? ചോക്ലേറ്റ് ആണ്. അപ്പൊ പിക്ക് ചോക്ലേറ്റ് ഇഷ്ടമാണ്, ഒ എന്ന് പറഞ്ഞാൽ നമ്മളെ കോവർക്കർക്കും ചോക്ലേറ്റ് ഇഷ്ടമാണ്. അതായത് ഞാനും കോവർക്കറും തമ്മിൽ നല്ല ലൈക്ക് ഉണ്ട്. എനിക്കും ചോക്ലേറ്റ് ഇഷ്ടമാണ്, കോവർക്കർക്കും ചോക്ലേറ്റ് ഇഷ്ടമാണ്. അപ്പൊ അത് ഒരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് ബാലൻസ്ഡ് ആയില്ലേ. ഇനി അടുത്തത് പിയും ഒയും തമ്മിൽ ഭയങ്കര ഇഷ്ടമാണ്, നമുക്ക് രണ്ടാക്കും ചോക്ലേറ്റ് ഇഷ്ടമല്ല, അപ്പോഴും അത് ബാലൻസ് ആയി. ഇനി അടുത്തത് പിയും ഒയും തമ്മിൽ തീരെ ഇഷ്ടമല്ല. അതായത് എനിക്ക് ഒരാളെ തീരെ ഇഷ്ടമല്ല. എനിക്ക് ചോക്ലേറ്റ് ഇഷ്ടമാണ്, ആൾക്ക് ചോക്ലേറ്റ് ഇഷ്ടമല്ല, ഡയറി മിൽക്കോ എന്തോ ആണ് ഇഷ്ടം എന്ന് വിചാരിക്കാം. പിയും ഒയും തമ്മിൽ ഇഷ്ടമല്ല, പിക്ക് ചോക്ലേറ്റ് ഇഷ്ടമാണ്, ഒ എന്ന് പറയുന്ന ആൾക്ക് ചോക്ലേറ്റ് ഇഷ്ടമല്ല, അപ്പോൾ ബാലൻസ് ആയി. അതായത് നമുക്ക് ഇഷ്ടമില്ലാത്ത ആളാണല്ലോ, നമുക്ക് ഇഷ്ടമില്ലാത്ത ആളാവുമ്പം നമ്മൾ ഇഷ്ടപ്പെടുന്ന അതേ സാധനം അയാൾ ഇഷ്ടപ്പെടണമെന്ന് യാതൊരു നിർബന്ധവും. അപ്പൊ ഇവിടെ ബാലൻസ് ആയി. ഇനി ഇതേപോലുള്ള ഒരു കണ്ടീഷനാണ് പിയും ഒയും തമ്മിൽ ഒരു ഇഷ്ടവും, അതായത് നെഗറ്റീവ് ആണ്. പി എന്ന് പറയുന്ന പേഴ്സൺ ആരാ? നമ്മളാണ്. എനിക്ക് ചോക്ലേറ്റ് ഇഷ്ടമല്ല, പിന്നെ എനിക്ക് ഇഷ്ടമില്ലാത്ത എൻ്റെ ശത്രുവിന് ചോക്ലേറ്റ് ഇഷ്ടമാണ്. അങ്ങനെ ആവുന്ന സമയത്ത് അത് ബാലൻസ് ആണ്. അതായത് നമുക്ക് ആ സാധനം ഇഷ്ടമല്ല, നമുക്ക് ഇഷ്ടമില്ലാത്ത സാധനമാണ് മറ്റേ ആൾക്ക് ഇഷ്ടം. ഇതെന്ന് വെച്ചാൽ ആരുടെ കേസിലാണ്? നമുക്ക് ഇഷ്ടമില്ലാത്ത ആളെ കേസിലാണ്. ഇത് രണ്ടും നമ്മളെ ഫ്രണ്ട്സിന്റെ കേസിലും, ഇത് രണ്ടും നമ്മളെ ശത്രുക്കളെ കേസിലും. അപ്പൊ ഇവിടെ ബാലൻസ് ആയി. ഇനി എവിടെയൊക്കെയാണ് ഇംബാലൻസ് ആവുന്നതെന്ന് നോക്കാം. അതായത് ഇവിടെ പറയുന്നുണ്ട്, ഇംബാലൻസ് occurs in എപ്പോഴാ? when someone agrees with someone he or she dislikes. അതായത് ഇപ്പൊ നമുക്ക് ഇഷ്ടമില്ലാത്ത ആൾക്കാരും ആയിട്ട് ഡിസ്ലൈക്ക് ആയിട്ടുള്ള ആൾക്കാരുമായിട്ട് എഗ്രി ചെയ്യേണ്ടി വരുമ്പം അതൊരു അൺബാലൻസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇഷ്ടമില്ലാത്ത ആൾക്കാരുമായിട്ട് എന്തിനെങ്കിലും എഗ്രി ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഡിസഗ്രി വിത്ത് സംവൺ ഹി ഓർ ഷി ലൈക്സ്. നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാരോട് ഡിസഗ്രി ചെയ്യുക. അതായത് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എനിക്ക് എൻ്റെ ഫ്രണ്ടിനെ ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ ഒരാൾക്ക് ചോക്ലേറ്റും ഒരാൾക്ക് ഐസ്ക്രീമും ആണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ആളോടല്ലേ ഡിസഗ്രി ചെയ്യുന്നത്, അന്നപ്പോൾ എന്തായാലും അൺബാലൻസ് ആവും. അതേപോലെ ഇഷ്ടമില്ലാത്ത ആളോട് എഗ്രി ചെയ്യുമ്പോഴും അൺബാലൻസ് ആവും. ഇഫ് ദർ ആർ 0 or 2 പോസിറ്റീവ് സൈൻ, അങ്ങനെ ആവുന്ന സമയത്ത് ഇത് അൺബാലൻസ് ആണ്. ഇവിടെ 0 ആണ് വരുന്നത്, അല്ലെങ്കിൽ 2 പോസിറ്റീവ് സൈൻ. ഇവിടെ ഇപ്പം 2 പോസിറ്റീവ് സൈൻ അൺബാലൻസ്, ഇവിടെ 2 പോസിറ്റീവ്, ഇവിടെ 2 പോസിറ്റീവ് സൈന് അൺബാലൻസ്, ഇവിടെ പോസിറ്റീവ് സൈനേ വരുന്നില്ല. അങ്ങനെ ആണെങ്കിലും അൺബാലൻസ് ആണ്. കാരണം ഇവിടെ പറഞ്ഞിട്ട് 0 or 2 പോസിറ്റീവ് സൈൻസ്. ഇവിടെ എങ്ങനെയായിരുന്നു പറഞ്ഞത്? ഇവിടെ 0 അല്ലെങ്കിൽ ഈവൺ നമ്പർ എന്നായിരുന്നു പറഞ്ഞത്. അത് നെഗറ്റീവിൻ്റെത്. 2 നെഗറ്റീവ്, ഇവിടെ 2 നെഗറ്റീവ്, ഇവിടെ 2 നെഗറ്റീവ് ആണ്. ആദ്യത്തിൽ നെഗറ്റീവ് ഇല്ല. അപ്പൊ 0 ഓർ ഈവൺ നമ്പർ എന്തിന്റെ കേസിലാണ്? നെഗറ്റീവിന്റെ. ഇവിടെ പോസിറ്റീവ് ആയിട്ടുള്ളതിൽ ഒന്നെങ്കിൽ തീരെ പോസിറ്റീവ് സൈൻ ഉണ്ടാവരുത്, അല്ലെങ്കിൽ 2 പോസിറ്റീവ് സൈൻ, അങ്ങനെയുള്ള കേസാണ് അൺബാലൻസ്. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ട് വിചാരിക്കുന്നത്. എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ, റെക്കോർഡ് സെഷൻ കേൾക്കുന്ന സമയത്ത്. ഇവിടെ പിയും ഒയും തമ്മിൽ ഭയങ്കര ഇഷ്ടം, അതായത് ഞാനും എൻ്റെ കോവർക്കറും തമ്മിൽ ഇഷ്ടമാണ്. എനിക്ക് ചോക്ലേറ്റ് ആണ് ഇഷ്ടം, കോവർക്കർക്ക് ചോക്ലേറ്റ് ഇഷ്ടമല്ല, ഐസ്ക്രീം ആണ് ഇഷ്ടം എന്ന് വിചാരിക്കുക. അപ്പൊ അവിടെ അൺബാലൻസ് ആയി.
ഇനി അടുത്തത്, ഞാനും എൻ്റെ ഒരു ശത്രു, എനിക്കും ചോക്ലേറ്റ് ഇഷ്ടമാണ്, ആൾക്കും ചോക്ലേറ്റ് ഇഷ്ടം. അപ്പൊ നമുക്കൊരു ദേഷ്യം. അത് ശരി, എൻ്റെ ശത്രുവിന് ഞാൻ ഇഷ്ടപ്പെടുന്ന സാധനം അങ്ങനെ പോൾ ഇഷ്ടപ്പെടണ്ടെന്ന് പറഞ്ഞിട്ട് ഒരുമാതിരി ദേഷ്യമായി. അപ്പൊ അവിടെ അൺബാലൻസ് ആണ്. ഇനി നേരത്തെ പറഞ്ഞ പോലെ ഞാനും കോവർക്കറും തമ്മിൽ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ചോക്ലേറ്റ് ഇഷ്ടമല്ല, പക്ഷെ ആൾക്ക് ചോക്ലേറ്റ് ഇഷ്ടമാണ്. ഈ ഒരു സംഭവം ഉണ്ടല്ലോ, അതും അൺബാലൻസ് ആവും. ഇനി അതേപോലെ ഞാനും എൻ്റെ ശത്രു, ഇത് പിന്നെ ശത്രുവിൻ്റെ വന്നിട്ടോ, എനിക്ക് ചോക്ലേറ്റ് ഇഷ്ടമേ അല്ല, ആൾക്കും ചോക്ലേറ്റ് ഇഷ്ടമല്ല. അപ്പൊ നമുക്ക് ഒരുമാതിരി ഒരു ദേഷ്യം. ഇത് ബാലൻസ് ആവണമെങ്കിൽ എന്താവണമായിരുന്നു? നമുക്ക് ചോക്ലേറ്റ് ഇഷ്ടം, ആൾക്ക് ചോക്ലേറ്റ് ഇഷ്ടമല്ലാണ്ട് നിൽക്കുകയും വേണമായിരുന്നു. അല്ലാതെ നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരാൾക്ക് നമുക്ക് ഇഷ്ടമില്ലാത്ത സാധനം അയാൾക്കും ഇഷ്ടമല്ല എന്ന് പറയുമ്പോൾ നമുക്ക് ദേഷ്യം പിടിക്കും അല്ലേ? അപ്പൊ ഇതാണ് ബാലൻസ് അൺബാലൻസ്. ഈ കണ്ടീഷൻസ് ക്ലിയർ ആയിട്ടുണ്ടാവും, വലിയൊരു പണിയുള്ള കാര്യമൊന്നുമില്ല. ചെറുതായിട്ടൊന്ന് ചിന്തിച്ച് നോക്കി നിങ്ങൾക്ക് തന്നെ ഈ 8 വരയ്ക്കാൻ പറ്റും. ഇപ്പൊ ബാലൻസ് തിയറി പ്രപ്പോസ് ചെയ്തത് ആരാണ്? സോഷ്യൽ സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള ഫ്രിറ്റ്സ് ഹെയ്ഡർ ആണ്. ഇതിൽ പ്ലസ് ചിഹ്നം ഇടുന്നത് ലൈക്കിനും നെഗറ്റീവ് ചിഹ്നം ഇടുന്നത് ഡിസ്ലൈക്കിനുമാണ്. ഇനി ബാലൻസ് ആയിട്ടുള്ള 4 കണ്ടീഷൻ ഉണ്ടാവും. അവിടെ നെഗറ്റീവ് സൈന് 2 ഈവൻ നമ്പർ ആയിട്ട് വരിക, അല്ലെങ്കിൽ നെഗറ്റീവ് സൈൻ ഇല്ലാണ്ടിരിക്കുക ചെയ്യുക. അൺബാലൻസ് ആണെന്നുണ്ടെങ്കിൽ പോസിറ്റീവ് സൈന് ഈവൻ നമ്പർ ആയിട്ട് വരിക, അല്ലെങ്കിൽ പോസിറ്റീവ് സൈൻ ഇല്ലാണ്ടിരിക്കുക. അപ്പൊ അൺബാലൻസ് കണ്ടീഷനിൽ അല്ലെങ്കിൽ ഇംബാലൻസ് കണ്ടീഷനിൽ എങ്ങനെയാ വരിക? നമുക്ക് ഇഷ്ടമുള്ള ആളോട് നമ്മൾ ഡിസഗ്രി ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമില്ലാത്ത ആളോട് എഗ്രി ചെയ്യുമ്പോൾ. അപ്പൊ ഈ ഒരു കോവർക്കറിനോടുള്ള ആ ഒരു കാര്യം മനസ്സിലാക്കുക കേട്ടോ. ഇനി അടുത്തതാണ് എലാബറേഷൻ ലൈക്ലിഹുഡ് മോഡൽ എന്ന് പറയുന്നത്. എലാബറേഷൻ ലൈക്ലിഹുഡ് മോഡല് ആരാണ് ആദ്യമായിട്ട് ഡിവൈസ് ചെയ്തത്? റിച്ചാർഡ് ഇ പെറ്റി ആൻഡ് ജോൺ ടി കാസിയോപ്പോ ആണ്. ഇതാരാ പ്രപ്പോസ് ചെയ്തതെന്ന് ചോദിക്കലില്ല, കാരണം ഈ ചില തിയറീസിൽ മാത്രമേ പ്രപ്പോസ് ചെയ്ത ആള് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുണ്ടാവുള്ളൂ എൻട്രൻസിന്. അതായത് ഇപ്പോൾ കൊഗ്നിറ്റീവ് ഡിസോണൻസ് തിയറി, ബാലൻസ് തിയറി ഒക്കെ അങ്ങനെ ചോദിക്കുന്നതാണ് ആരാ പ്രപ്പോസ് ചെയ്തത്. അത്ര ഒരു റെലവെന്റ് അല്ല. ഇത് പെർസുവേഷൻ്റെ ഒരു തിയറിയാണ്. പെർസുവേഷൻ നമ്മളങ്ങനെ സ്വാധീനിക്കുക ഒക്കെ പറയില്ലേ, പെർസുവേഡ് ചെയ്യുക. അതായത് ഹൗ പീപ്പിൾ പ്രോസസ് സ്റ്റിമുലൈ ഡിഫറെൻ്റ്ലി, ഓരോരുത്തരും ഓരോ സ്റ്റിമുലൈനെ എങ്ങനെയാണ് വ്യത്യസ്തമായിട്ട് കാണുന്നത് എന്നൊക്കെ ഉള്ളത്, എങ്ങനെയാണ് ആൾക്കാരുടെ ആറ്റിറ്റ്യൂഡ് മാറുന്നത്, ഇതൊക്കെയാണ് എലാബറേഷൻ ലൈക്ലിഹുഡ് മോഡലിൽ പറയുന്നത്. നമുക്ക് പൊതുവെ ഒന്നെങ്കിൽ ഹൈ എലാബറേഷൻ അല്ലെങ്കിൽ ലോ എലാബറേഷൻ ആണ് ഉണ്ടാവുക. അതായത് എന്തെങ്കിലും ഒരു ആർഗ്യുമെന്റിനെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഒന്നെങ്കിൽ ഹൈ എലാബറേഷൻ അല്ലെങ്കിൽ ലോ എലാബറേഷൻ. ഈ ഒരു സംഭവം വെച്ചിട്ട് പറഞ്ഞാൽ കൂടുതൽ ക്ലിയർ ആവട്ടോ. അതായത് ഒരു കാര്യം, അതിന് സെൻട്രൽ റൂട്ട് പെർസുവേഷനും പെരിഫറൽ റൂട്ടും ഉണ്ട്. സെൻട്രൽ റൂട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു പ്രോസസ്സിങ്ങിൽ നല്ലോണം ഇൻവോൾവ് ആയിട്ട് നല്ല രീതിയിൽ ചിന്തിച്ച് ഭയങ്കര കോഗ്നിറ്റീവ് റെസ്പോൺസ് കൊടുത്ത് നമ്മളെ ബിലീഫും ആറ്റിറ്റ്യൂഡൊക്കെ മാറിയിട്ട് നമ്മളെ ബിഹേവിയർ ചേഞ്ച് ചെയ്യുന്നതാണ് സെൻട്രൽ റൂട്ട്. അതായത് ഒരു കാര്യത്തിൽ നമ്മൾ അത്രയും അങ്ങോട്ട് ഇൻഫ്ലുവൻസ് ആയിട്ട് കറക്റ്റ് അതിനെപ്പറ്റി ചിന്തിച്ച് മനസ്സിലാക്കി വിശ്വാസം മാറ്റിയിട്ട് ബിഹേവിയർ മാറ്റുക. നമ്മൾ ചിലപ്പോൾ റിലീജിയൻ ഒക്കെ മാറുന്ന സമയത്ത് അങ്ങനെ ഉണ്ടാവില്ലേ? നമ്മളിപ്പോൾ ഉള്ള റിലീജിയന് വേറൊന്നിലേക്ക് ചേഞ്ച് ചെയ്യുമ്പോൾ നല്ലോണം ഇൻവോൾവ് ആയിട്ട് കോഗ്നിറ്റീവ് റെസ്പോൺസ് കൊടുത്ത് നമ്മളെ മനോഭാവവും നമ്മളെ വിശ്വാസവും മാറ്റി കഴിഞ്ഞതിന് ശേഷമായിരിക്കും ചിലപ്പോൾ നമ്മൾ വേറൊരു റിലീജിയനിൽ പോയാൽ അതിൽ ആചാരങ്ങളൊക്കെ ചെയ്യുക. അതാണ് ആചാരങ്ങളൊക്കെ ചെയ്യുന്ന എന്തായിരിക്കും? ബിഹേവിയർ ചേഞ്ച് ആയിരിക്കും. പക്ഷേ ഇവിടെ പെരിഫറൽ റൂട്ട് എന്ന് പറഞ്ഞാൽ അത്ര ഇൻവോൾവ് അല്ല. ഇവിടെ നമ്മളെ ബിലീഫ് ചേഞ്ച് ചെയ്യും, അത് കഴിഞ്ഞിട്ട് ബിഹേവിയർ ചേഞ്ച് ചെയ്യും, പിന്നെ നമ്മളെ ആറ്റിറ്റ്യൂഡ് മാറ്റും. ഒരു പെരിഫറൽ സംഭവം, ഒരു സർഫസ് നിന്ന് നമ്മൾ ചെറിയൊരു ചേഞ്ച് വരുത്താന്നുള്ളത്, ബിഹേവിയർ ചേഞ്ച് ചെയ്യുക. അവിടെ അങ്ങനെ നമ്മൾ കൂടുതൽ ചിന്തിച്ചിട്ട് ചെയ്യുന്നതൊന്നല്ല. അപ്പം ഇത്രയേ ഉള്ളൂ എലാബറേഷൻ ലൈക്ലിഹുഡ് മോഡലിൽ പറയുന്നത്. ആ ഒരു 2 ലെവൽ ഉണ്ടല്ലോ, സെൻട്രൽ റൂട്ടും പെരിഫറൽ റൂട്ടും. ഓക്കെ, സെൻട്രൽ റൂട്ടിന് അത്യാവശ്യം നല്ലോണം എലാബറേറ്റ് ചെയ്തിട്ടായിരിക്കും ഉണ്ടാവുക. ലോ ലെവൽ ഇലാബറേഷൻ ആണെങ്കിൽ പെരിഫറൽ റൂട്ട്. ഇത് അങ്ങനെ ഡീറ്റെയിൽ ആയി പഠിക്കേണ്ട, എത്ര ഓർത്ത് വെച്ചാൽ മതി. ഹൈ ലെവൽ ഇലാബറേഷൻ എന്നൊക്കെ പറയുമ്പം അത് ഭയങ്കരമായിട്ട് നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന, നമ്മൾ കോഗ്നിറ്റീവ്ലി പണിയെടുക്കുന്ന ഒരു കാര്യമാണ്. പെരിഫറൽ റൂട്ട് ഒരു സർഫസിലുള്ള ഒരു സംഭവം, അത്രേ ഉള്ളൂ. ഇനി അടുത്തത് മിയർ എക്സ്പോഷർ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് നോക്ക്.
നമ്മൾ ഒരു പരസ്യം കുറേ പ്രാവശ്യം കാണുമ്പോൾ, അല്ലെങ്കിൽ ഒരാളെ കുറേ പ്രാവശ്യം കാണുമ്പോൾ അയാളോട് ചെറിയൊരു ലൈക്ക് വരില്ലേ നമുക്ക്, നമുക്കൊരു പരിചയമായി, പിന്നെ ഒരു ഇഷ്ടം തോന്നാന്നൊക്കെ പറയില്ലേ. എല്ലാ ദിവസവും നമ്മൾ ഒരു കുട്ടീനെ ബസ്സിൽ നിന്ന് കാണുന്നുണ്ട്, നമ്മളെന്നും ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട്, അങ്ങനെ നമുക്ക് ആ ഒരു ചെറിയൊരു ഇഷ്ടം വരിക, അത് ഡെവലപ്പ് ചെയ്യുക. അതാണ് മിയർ എക്സ്പോഷർ എഫക്റ്റ്. People tend to develop a preference for things that they are exposed to repeatedly. അതായത് നമ്മൾ അതാണ് പ്രിഫർ ചെയ്യുന്നത്. അതിനുകൊണ്ടാണ് പരസ്യങ്ങളൊക്കെ. ഇപ്പോൾ എന്തെങ്കിലും ഒരു എക്സാമ്പിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, പരസ്യത്തിന്റെ എക്സാമ്പിൾ ഒന്നും ഓർമ്മയിലേക്ക് വരുന്നില്ല. ഏതെങ്കിലും ഇപ്പൊ സിൽക്കിന്റെ പരസ്യം കുറേ ഉണ്ടെന്ന് വിചാരിക്കുക, വേറെ ചോക്ലേറ്റ്സിനേക്കാളൊക്കെ. വേറെ പല ചോക്ലേറ്റ് നമ്മൾ കേട്ടിട്ട് പോലുമില്ല, പക്ഷെ സിൽക്കിന്റെ പരസ്യം അത്രയും തോനെ നമ്മളിങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് എപ്പോഴും ടി വിയിൽ കാണുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ ചോക്ലേറ്റ് വാങ്ങാൻ പോകുമ്പോൾ അത് പ്രിഫർ ചെയ്യാം. ഇത് ആ പരസ്യത്തിലൊക്കെ കാണുന്ന സാധനമല്ലേ, ഇത് നല്ലതായിരിക്കും എന്നൊക്കെ ഉള്ള എന്തോ ഒരു നമ്മൾ ആ ഒരു ചിന്ത, അത് ഒരു സൈക്കോളജിക്കലി ഡെവലപ്പ് ചെയ്യുന്നതാണ്. അങ്ങനെ നമ്മൾ ആ ഒരു കാര്യം പ്രിഫർ ചെയ്യും. അല്ലെങ്കിൽ സ്ഥിരമായിട്ട് കാണുന്ന ഒരു പെൺകുട്ടി, ഒരുത്തനെ ഇങ്ങനെ പെണ്ണാലോചിച്ച് പോവാണ് കേട്ടോ. അപ്പോൾ സ്ഥിരമായിട്ട് ബസ് സ്റ്റോപ്പിൽ ഒരു പെണ്ണിനെ കാണാൻ, പേരും ഇതൊന്നും അറിയില്ല കേട്ടോ. അങ്ങനെ പിന്നെ പെണ്ണ് കാണലിന്റെ സമയത്ത് ഇതേ പെണ്ണിനെ കാണുമ്പോൾ നമുക്ക് എന്തൊരു ഫെമിലിയാരിറ്റി തോന്നുക, ഇവളെ എനിക്ക് അറിയാലോ, അപ്പൊ ഇവളെ നമ്മൾ പ്രിഫർ ചെയ്യും വേറെ ഉള്ള ആൾക്കാരെ കാണുന്നതിനേക്കാൾ. ഇതൊക്കെയാണ് മിയർ എക്സ്പോഷർ എഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയേ ഉള്ളൂ. റിപ്പീറ്റഡ് ആയിട്ട് ഒരു സ്റ്റിമുലസിനോട് നമുക്ക് എക്സ്പോഷർ ഉണ്ട്, അതായത് സ്ഥിരമായിട്ട് അത് കാണാം, അഡ്വർടൈസ്മെന്റ് എന്തോ ആവട്ടെ, എന്നപ്പോൾ ആ ഒരു ഫെമിലിയാരിറ്റി കൂടുമ്പോൾ നമ്മൾ ആ ഒരു കാര്യം പ്രിഫർ ചെയ്യാൻ തുടങ്ങും, പ്രിഫറൻസ് കൂടും. ഓക്കെ. അപ്പൊ ഇതിന് എക്സാമ്പിൾ ഈ ഷോപ്പിൽ കാണുന്നത്, അഡ്വർടൈസിങ്ങിലുള്ള അതൊക്കെ ആലോചിച്ചാൽ മതി, ഇപ്പൊ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ. മിയർ എക്സ്പോഷർ എഫക്റ്റ് എക്സാമിന് ചോദിക്കലുണ്ട് കേട്ടോ, അപ്പോൾ അതങ്ങനെ പഠിച്ചു വെക്കുക. അങ്ങനെ പഠിക്കാനൊന്നുമില്ല, ഇപ്പൊ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, അത്രേ ഉള്ളൂ. ഓക്കെ, നെക്സ്റ്റ് സോഷ്യൽ കമ്പാരിസൺ തിയറി. ഈ ഒരു വാക്കിൽ തന്നെ ഉണ്ട്, കമ്പാരിസൺ ആണ് ഇവിടെ വരുന്നത്. പിന്നെ ഇതാരാണ് പ്രപ്പോസ് ചെയ്തത്? ഫെസ്റ്റിഞ്ചർ, ലിയോൺ ഫെസ്റ്റിഞ്ചർ. നിങ്ങൾക്ക് അറിയുന്ന ആളാണ് അല്ലേ, കോഗ്നിറ്റീവ് ഡിസോണൻസ് തിയറി പ്രപ്പോസ് ചെയ്ത ആളല്ലേ ലിയോൺ ഫെസ്റ്റിഞ്ചർ. ഇയാളുടേതാണ് സോഷ്യൽ കമ്പാരിസൺ തിയറി. ഇതാരാണ് പ്രപ്പോസ് ചെയ്തതെന്നൊക്കെ ചോദിച്ചേക്കാം. അത് ഞാൻ ചില തിയറീസ് ഒന്നും ആരാ പ്രപ്പോസ് ചെയ്തതെന്ന് ചോദിക്കില്ല പറഞ്ഞില്ലേ, അങ്ങനെയുള്ളത് അത്ര നോട്ട് ചെയ്യണമെന്നില്ല, ഇത് ചിലപ്പം ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ കമ്പാരിസൺ എന്ന് പറയുമ്പം അതിൽ രണ്ട് ടൈപ്പ് ഉണ്ട്. അപ്വേർഡ് കമ്പാരിസണും ഉണ്ട്, ഡൗൺവേർഡ് കമ്പാരിസണും ഉണ്ട്. നമ്മൾ ലൈഫിലൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും കമ്പാരിസൺ, നമ്മൾ അറിയാണ്ട് കമ്പാരിസൺ ചെയ്തു പോവും. അപ്വേർഡ് കമ്പാരിസൺ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളെക്കാളും മേലുള്ള ആൾക്കാരുമായിട്ട് കമ്പയർ ചെയ്യാം. അപ്പോൾ അതായത് ഇപ്പൊ എന്നെക്കാളും അടിപൊളിയായിട്ടുള്ള ആൾക്കാരുമായിട്ട് ഞാൻ എന്നെ കമ്പയർ ചെയ്യാം. അപ്പൊ ഞാൻ ഇനി എവിടേക്കോ എത്താനുണ്ട്, ഇതുവരെ ഒന്നും നേടിയിട്ടില്ല, എത്തിയിട്ടില്ല എന്നുള്ള ആ ഒരു തോന്നൽ വരുമല്ലോ. അപ്പൊ നമുക്ക് കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യാനുണ്ടാവും. അങ്ങനെ നമ്മൾ മോട്ടിവേറ്റഡ് ആയിട്ട് സെൽഫ് ഇമ്പ്രൂവ്മെന്റ് ചെയ്യും. ഇനി അതേപോലെ ഡൗൺവേർഡ് കമ്പാരിസൺ എന്ന് പറഞ്ഞാൽ നമ്മളെക്കാളും താഴെയുള്ള ആൾക്കാരുമായിട്ട് കമ്പയർ ചെയ്യാം. അതായത് ഇപ്പോൾ നമുക്ക് ഒരു വീടൊക്കെ ഉണ്ട്, അപ്പൊ വീടില്ലാത്തവരായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ എന്താ അടിപൊളിയാ, നമുക്ക് വീടുണ്ട് എന്ന് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പൊ അവിടെ നല്ല സെൽഫ് എസ്റ്റീം ഒക്കെ ഉണ്ടാവും. അവോയ്ഡിങ് ഫെയിലിയർ വന്നതായിട്ട് നമുക്ക് തോന്നിയല്ല. അതായത് നമ്മൾ ഒരു പേപ്പറിനാണ് സപ്ലി ഉള്ളതെങ്കിൽ 16 പേപ്പറിന് സപ്ലി ഉള്ള ആളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എങ്ങനെ ഉണ്ടാവും? അതാണ് ഡൗൺവേർഡ് കമ്പാരിസൺ. അപ്വേർഡ് കമ്പാരിസൺ, നമുക്ക് 3rd റാങ്ക് ആണെങ്കിൽ 1st റാങ്ക് കിട്ടിയ ആളുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യാം. അപ്പൊ നമ്മൾ ഇനി വളരാനുണ്ട് എന്നൊരു ചിന്ത വരും. ശരിക്ക് ആൾക്കാർ പറയലുണ്ട്, ഇപ്പൊ ഇതിൽ ഏത് ഡൗൺവേർഡ് കമ്പാരിസൺ ആണ് ജീവിതത്തിൽ വേണ്ടിയത്? കണ്ണില്ലാത്തവരെ നോക്കൂ, ചെവി ഇല്ലാത്തവരെ നോക്കൂ, അങ്ങനെയൊക്കെ പറയലില്ലേ. പക്ഷെ നമ്മളെ സൈക്കോളജിയിൽ കമ്പയർ ചെയ്യാനേ പാടില്ല. ഇത് ഈ തിയറി ആയിട്ട് റിലേറ്റ് ചെയ്തല്ല, ഞാൻ അല്ലാതെ പറയാം കേട്ടോ. കമ്പയർ ചെയ്യാൻ പാടില്ല. നമ്മളെ മേലുള്ള ആൾക്കാരെയും താഴെയുള്ള ആൾക്കാരെയായിട്ട് ഒന്നും കമ്പയർ ചെയ്യാൻ പാടില്ല. നമുക്കൊരു മെന്റൽ ഹെൽത്ത് ഇഷ്യൂ വരുമ്പം, അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും
ഒരു സ്ട്രെസ് വരുമ്പോൾ തന്നെ ചില ആൾക്കാർ പറയും, നീ എന്നെയൊക്കെ നോക്ക്, ഞാനൊക്കെ ഒരു ക്ലിനിക്കൽ ഡിപ്രഷൻ കഴിഞ്ഞിരിക്കുക, അങ്ങനെയൊക്കെ പറയുന്നതിൽ ഒരർത്ഥവും ഒരു സെൻസും ഇല്ല. അങ്ങനെ പറയുന്ന ആൾക്കാരോട് നിങ്ങൾ തിരിച്ച് മനസ്സിലാക്കി കൊടുക്കുക, ഞാനാണ്, ആ വ്യക്തി വേറെ ആളാണ്, നമ്മൾ തമ്മിൽ അങ്ങനെ അല്ല. ഓരോരുത്തരും യുണീക്ക് അല്ല, ഓരോരുത്തരുടെ സാഹചര്യങ്ങൾ വളരെ ഡിഫറെൻ്റ് ആണ്. മെന്റൽ കപ്പാസിറ്റി ഡിഫറെൻ്റ്. അയാൾക്ക് ചിലപ്പോൾ അത് താങ്ങാൻ പറ്റുമായിരിക്കും, വേറൊരാൾക്ക് അത്ര സ്ട്രെസ്സോ ആൻസൈറ്റിയോ താങ്ങാൻ പറ്റുന്നുണ്ടാവില്ല. നമ്മൾ ഒരാളെ കളിയാക്കി നമ്മളായിട്ട് ബാക്കിയുള്ളവരെ കമ്പയർ ചെയ്യുക ഒന്നും ചെയ്യരുത്. അതൊക്കെ ഭയങ്കര മോശമാണ്. നമ്മൾ സൈക്കോളജി പഠിക്കുന്ന സ്റ്റുഡൻസ് ആണ്, അതുകൊണ്ട് ബാക്കിയുള്ളവരെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് നമ്മളാണ്, ആരെങ്കിലും അങ്ങനെ കമ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ. ഓക്കെ, ഇത് ഞാൻ ഇൻ ബിറ്റ്വീൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞെന്നുള്ളൂ കേട്ടോ. സോഷ്യൽ കമ്പാരിസൺ തിയറി അപ്പൊ പ്രപ്പോസ് ചെയ്ത ആരാണ്? ലിയോൺ ഫെസ്റ്റിംഗർ. ഇതിൽ അപ്വേർഡ് കമ്പാരിസണും ഡൗൺവേർഡ് കമ്പാരിസണും ആണുള്ളത്. ഇനി അടുത്തത് അത് ഈ സ്ലൈഡ് കുറച്ചുകൂടി മുമ്പായിരുന്നല്ലോ വരണ്ടേ, അത് ഞാൻ ചേഞ്ച് ചെയ്യാം. ആറ്റിറ്റ്യൂഡിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്. ആറ്റിറ്റ്യൂഡിനെ പറ്റി നമ്മൾ നേരത്തെ പറഞ്ഞില്ലല്ലോ. ആറ്റിറ്റ്യൂഡ് ലേൺഡ് ആണ്, ഇൻഹെറിറ്റഡ് അല്ല. ആറ്റിറ്റ്യൂഡിന് ഒരു ഡയറക്ഷൻ ഉണ്ട്, പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നൊക്കെ ഉള്ള. അത്യാവശ്യം റിലേറ്റീവ്ലി പെർമനന്റ് ആണ്. ആൾക്കാരെ ഫീലിങ്സും ബിലീഫ്സും ഒക്കെ ആയിട്ട് റിലേറ്റ് ചെയ്താണ്. റിലേറ്റീവ്ലി പെർമനന്റ് ആണ്, ചിലപ്പോൾ ടൈമിനും സിറ്റുവേഷനും ഒക്കെ അനുസരിച്ച് മാറിയേക്കാം. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഇങ്ങനത്തെ കുറച്ച് പോയിന്റ്സ് പറയുമ്പോൾ ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ വരും, താഴെ പറയുന്നതിൽ ആറ്റിറ്റ്യൂഡിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് അല്ലാത്തത് ഏത്, അങ്ങനത്തെ ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കാറുണ്ട്. കൂടുതൽ നെറ്റ് ലെവൽ ക്വസ്റ്റ്യൻ ഒക്കെ ആണല്ലോ ഇപ്പം വരുന്നത്, അപ്പൊ അങ്ങനത്തെ ക്വസ്റ്റ്യൻ ഉണ്ടാവും. അപ്പൊ ആറ്റിറ്റ്യൂഡ് ഈസ് ലേൺഡ്, ആ കാര്യങ്ങളൊക്കെ നമ്മളെ മൈൻഡിലുണ്ട്. ആറ്റിറ്റ്യൂഡ് ഇൻഹെറിറ്റഡ് അല്ല, ലേൺഡ് ആണ്, ഡയറക്ഷൻ ഉണ്ട്, റിലേറ്റീവ്ലി പെർമനന്റ് ആണ്. ആ ഒരു കാര്യങ്ങൾ മനസ്സിലുണ്ടാവും, അല്ലാതെ ഇങ്ങനെ വേർഡ് ബൈ വേർഡ് ആയിട്ട് ഓരോന്നും നോക്കണം എന്നില്ല. ഒരു ഏകദേശ ഐഡിയ ഉണ്ടാക്കി എടുത്താൽ മതി. ഇനി അടുത്തതാണ് പെർsuasion. ഒരു മിനിറ്റ്. ഓക്കെ, പെർsuasion എന്ന് പറഞ്ഞാല് ബാക്കിയുള്ള ആൾക്കാരുടെ ആറ്റിറ്റ്യൂഡ് നമ്മൾ ചേഞ്ച് ചെയ്യാം. വാരിയസ് കൈൻഡ്സ് ഓഫ് മെസ്സേജ് ഒക്കെ യൂസ് ചെയ്തിട്ട് ബാക്കിയുള്ളവരെ ആറ്റിറ്റ്യൂഡ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ കഴിയും. അതായത് അവരെങ്ങനെ സ്വാധീനിപ്പിക്കാനൊക്കെ പറ്റും. അപ്പൊ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഒന്ന് കമ്മ്യൂണിക്കേറ്റർ. അതായത് ആ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആള് ഭയങ്കര എക്സ്പേർട്ടൈസും അട്രാക്റ്റീവ് ആണ്. അതുകൊണ്ടാണ് നിങ്ങൾ പരസ്യത്തിൽ കാണില്ല എക്സ്പേർട്ടൈസ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേറ്റർ. ഇപ്പോ സെൻസോഡൈൻ്റെ ഒരു പരസ്യത്തിൽ പറയുന്നില്ലേ, ഒരു ഡോക്ടർ വന്നിട്ട് ഞാൻ എൻ്റെ പേഷ്യൻസിന് സെൻസോഡൈൻ ശുപാർശ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അങ്ങനെ എക്സ്പേർട്ട് ആയിട്ട് അത് ഡോക്ടറാ പറയുന്നത്, അപ്പൊ സെൻസോഡൈൻ നല്ലതായിരിക്കും നമ്മൾ വിചാരിക്കും. പിന്നെ അട്രാക്റ്റീവ്നെസ്, പല പരസ്യങ്ങളും ചെയ്യുന്ന അട്രാക്റ്റീവ് ആയിട്ടുള്ള ലേഡീസിനെ ഒക്കെ വെച്ചിട്ടാണ്. അത്യാവശ്യം എന്തിന്റെ പരസ്യങ്ങളാണെങ്കിൽ അതിലൊക്കെ അട്രാക്റ്റീവ് എന്ന് പറയുന്ന ഒരു സോക്കോൾഡ് ലേഡി ഉണ്ടാവും, അട്രാക്റ്റീവ് ആയിട്ട് എല്ലാവർക്കും തോന്നുന്ന, അവരെ വെച്ചിട്ട് പരസ്യം ചെയ്യാം. പിന്നെ അതുപോലെ മെസ്സേജ് ഫിയർ അപ്പീൽസ് ഉള്ള ഇതായിരിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ അതുപോലെ ഓഡിയൻസ്, ഈ മൂന്ന് കാര്യങ്ങളാണ്. ഈ മൂന്ന് കാര്യങ്ങളിലും വരുന്ന കുറെ സബ് ടോപ്പിക്സ് ഉണ്ട്. ആ സബ് ടോപ്പിക്സ് അത്ര ഒരു റെലവെന്റ് അല്ല, നിങ്ങൾ ഈ മൂന്ന് കാര്യങ്ങൾ ഉണ്ട് എന്ന് മനസ്സിലാക്കിയാൽ മതി. ഇപ്പോൾ അതായത് മെസ്സേജും കമ്മ്യൂണിക്കേറ്ററും ഓഡിയൻസും ആണ് ഉള്ളത്. കമ്മ്യൂണിക്കേറ്റർ തന്നെ അത്യാവശ്യം ക്രെഡിബിൾ ആണ്, ഫിസിക്കലി അട്രാക്റ്റീവ് ആവണം എന്നൊക്കെ ഉള്ളതാണ്. ഫിയർ അപ്പീൽസ് എന്ന് പറഞ്ഞാൽ മെസ്സേജ് എങ്ങനെയുള്ളതായിരിക്കണം, ഒരു ഫിയർ എറൗസ് ചെയ്യുന്ന രീതിയിലുള്ളതായിരിക്കണം. ഒരു മിനിറ്റ്. പോസിറ്റീവ്ലി ഫ്രെയിം മെസ്സേജസ് ആണ്. അതായത് ഇവിടെ മെസ്സേജ് പോസിറ്റീവ്ലി ഫ്രെയിം ചെയ്യണം, എന്നാൽ മാത്രമേ എഫക്റ്റീവ് പെർsuasion നടക്കുള്ളൂ. ഭയങ്കരമായിട്ടുള്ള രീതിയിൽ അവരെ ഫ്രൈറ്റനിങ് ചെയ്യിപ്പിക്കാതെ. അതായത് വാക്സിൻ എടുത്താൽ, കോവിഡ് വാക്സിൻ എടുത്താൽ ഇങ്ങനൊക്കെ ഒരു ഉപകാരങ്ങളുണ്ട്, ഇത് ബെറ്റർ ആണ് കോവിഡിനെ തടയാന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് ഫിയർ ചെയ്യാൻ. അല്ലാതെ വാക്സിൻ എടുത്തില്ലെങ്കിൽ നിങ്ങൾ മരിക്കും എന്നുള്ള പോലെ പറയരുത് എന്നുള്ളതാണ് ഇത്. അതായത് ടു ഫ്രൈറ്റനിങ് ആയാൽ അത് എഫക്റ്റീവ് ആവില്ല. പോസിറ്റീവ്ലി ഫ്രെയിംഡ് മെസ്സേജ് ആയിരിക്കണം കൂടുതൽ എഫക്റ്റീവ് ആവുക. അപ്പം
അടുത്തത് റെസിസ്റ്റിംഗ് പെർsuasion അറ്റംപ്റ്റ്സ്. അതായത് ഈ പെർsuasionനെ തടയാൻ വേണ്ടിയിട്ട് എന്തൊക്കെ മെത്തേഡ്സ് ഉണ്ട് എന്നുള്ളതാണ്. അതിൽ ഫസ്റ്റ് വൺ റിയാക്റ്റൻസ്. റിയാക്റ്റൻസ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് റിയാക്ഷൻസ് ആണ്. അതായത് നമ്മളെ പേഴ്സണൽ ഫ്രീഡത്തിന് തടയുന്ന കാര്യത്തിനോടുള്ള നെഗറ്റീവ് റിയാക്ഷൻ. ഒരു മിനിറ്റ്, എന്തോ നെറ്റ്വർക്ക് ഇഷ്യൂ വരുന്നുണ്ട്, നോക്കി നോക്കട്ടെ. ഒന്നുകൂടി നെറ്റ് ഓൺ ചെയ്ത് ഓഫ് ആക്കി നോക്കട്ടെ കേട്ടോ, ഒരു മിനിറ്റ്. ഓക്കെ, റെഡി ആയി തോന്നുന്നുണ്ട്. പറയുന്നതൊക്കെ ക്ലിയർ ആണെന്നാണ് വിചാരിക്കുന്നത്. എനിക്കറിയില്ല, ഞാൻ വേണമെങ്കിൽ റെക്കോർഡഡ് ഒന്നുകൂടി എടുത്ത് നോക്കുന്നുണ്ട് ക്ലിയർ ആണോ എന്നുള്ളത്. അപ്പൊ റിയാക്റ്റൻസ് എന്താണെന്നാണ് പറഞ്ഞത്. റിയാക്റ്റൻസ് എന്ന് പറഞ്ഞാല് അതായത് ഈ ഒരു പെർsuasion ചെയ്യുന്നതിനോട് തടയുന്ന, റെസിസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് റിയാക്റ്റൻസ്. ഇപ്പൊ പരസ്യത്തിൽ ഒരു കാര്യം കണ്ടാല് നമ്മൾ അത് വാങ്ങുന്നില്ല, നമ്മൾ അതിനെ റെസിസ്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ആണ് ഉണ്ടാവുന്നത്. അടുത്ത ഫോർ വാർണിംഗ് എന്ന് പറഞ്ഞാല് ആ ഒരു സംഭവത്തിനെ പറ്റി നമുക്ക് അഡ്വാൻസ് നോളജ് ഉണ്ട് എന്ന് വിചാരിക്കാം. അതായത് ഇപ്പൊ ഒരു പരസ്യത്തില് എന്തോ ഇത് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് ഭയങ്കര അല്ലെങ്കിൽ ഇപ്പൊ വിക്സ് തേച്ചാല് എല്ലാം മാറും അങ്ങനെയൊക്കെ പറയാന്ന് വിചാരിക്കാം. അതിനെപ്പറ്റി നമുക്കൊരു ഫോർ വാർണിംഗ്, ഒരു അഡ്വാൻസ് നോളജ് ഉണ്ടായിരിക്കും എത്രത്തോളം മാറ്റം വരുന്നുള്ള. അപ്പൊ പിന്നെ നമ്മൾ അത് വാങ്ങൂല. അപ്പൊ പെർsuasionോടുള്ള റെസിസ്റ്റൻസ് അവിടെ കൂടാണ്. ഇനി സെലക്റ്റീവ് അവോയ്ഡൻസ് എന്ന് പറഞ്ഞാല് അതായത് ചില കാര്യങ്ങൾ മാത്രം നമ്മൾ സെലക്ട് ചെയ്തിട്ട് ഒഴിവാക്കും. ഈ ഒരു കാര്യങ്ങൾ ഈ ഇങ്ങനെ പെർsuade ചെയ്യുന്നതിൽ നമ്മൾ വീണ് പോകില്ല എന്നൊക്കെ ഉള്ള അങ്ങനെ സെലക്റ്റീവ് ആയിട്ട് നമ്മൾ ചിലതിനെ മാത്രം ഒഴിവാക്കും. അങ്ങനെയുള്ള നമ്മൾ അവോയ്ഡ് ചെയ്യുന്ന സമയത്തും പെർsuasionോടുള്ള റെസിസ്റ്റൻസ് കൂടി. ഇതാണ് റിയാക്റ്റൻസ്, ഫോർ വാർണിംഗ്, സെലക്റ്റീവ് അവോയ്ഡൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് സ്ലീപ്പർ എഫക്റ്റ് ആണ്. സ്ലീപ്പർ എഫക്റ്റ് ഇൻ പെർsuasion എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിലേഡ് ഇൻക്രീസ് ഇൻ ദ ഇമ്പാക്ട് ഓഫ് എ പെർsuasive മെസ്സേജ്. അതായത് പെർsuasive മെസ്സേജിനോടുള്ള ആ ഒരു ഇമ്പാക്റ്റ് കൂടും കുറച്ചു കാലം കഴിയുന്ന സമയത്ത്. ഇപ്പോ സ്ലീപ്പർ എഫക്റ്റിന് ഒരു എക്സാമ്പിൾ അറിയണ്ട്. ഇപ്പൊ അത്ര ഒരു ഒതന്റിക് ആയിട്ടുള്ള ആളല്ല പറഞ്ഞതെന്ന് വിചാരിക്കും. ഒരു കാര്യം പറഞ്ഞു, അത്ര ഒതന്റിക് ആയിട്ടുള്ള ആളൊന്നുമല്ല, പക്ഷെ ഈ ഒരു കാര്യം നമ്മൾ കേട്ട സമയത്ത് അതായത് ഇപ്പൊ കോവിഡിന് വാക്സിൻ യൂസ് ചെയ്തിട്ട് കാര്യമല്ല എന്ന് ഒരാൾ പറയാന്ന് വിചാരിക്കാം. അപ്പൊ നമ്മൾ അത് കേട്ട സമയത്ത് ആദ്യം ചിലപ്പോൾ ആൾക്കാരൊക്കെ തള്ളിക്കളഞ്ഞിട്ടുണ്ടാവും. പക്ഷെ കുറെ കാലം കഴിഞ്ഞതിന് ശേഷം ഇത് ആരാണ് പറഞ്ഞതെന്നൊക്കെ ഉള്ളത് ചിലപ്പോൾ ആൾക്കാരോട് അന്ന് മറന്നിട്ടുണ്ടാവും. അതായത് ഇത് ഒതന്റിക് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആണോ അല്ലേന്നൊന്നും ആൾക്കാർക്ക് ഓർമ്മ ഉണ്ടാവില്ല. കുറച്ച് കാലത്തിന് ശേഷം ആൾക്കാരൊക്കെ വിശ്വസിക്കാൻ തുടങ്ങും. കോവിഡിന് വാക്സിൻ അടിച്ചിട്ട് കാര്യം എല്ലാവരും പറയുന്ന കേട്ട് അങ്ങനെയുള്ള ഒരു ഇത് വരും. അത് നമുക്ക് ഒതന്റിക് ആണോ അല്ലേ എന്നുള്ളതൊന്നും അവിടെ മാറ്റർ അല്ല. കുറച്ച് കാലം കഴിയുമ്പോൾ ഈ ന്യൂസ് അങ്ങോട്ട് സ്പ്രെഡ് ആയിട്ട് നമ്മളും അത് വിശ്വസിച്ചിട്ട് പെർsuade ആവും. അതാണ് സ്ലീപ്പർ എഫക്റ്റിൽ പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഇമ്മീഡിയറ്റ് പെർsuasive എഫക്റ്റ് ഉണ്ടാവുന്നില്ല. ബട്ട് ആഫ്റ്റർ സം ടൈം എന്താവുന്നുണ്ട്? കുറച്ചും കൂടി ഫേവറബിൾ ആവുന്നുണ്ട്. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. Theo is more likely to want to date Anisa, who sits next to him each day in his psychology class, than Kara, who he sees once every other week at choir practice. അപ്പൊ ഇവിടെ പറയുന്നത് എന്താണ്?
ഒരാളെ കൂടെ ഇപ്പൊ തിയോന്റെ കൂടെ എപ്പോഴും അനീസയാണ് കൂടുതൽ ഇരിക്കല് ക്ലാസ്സിലൊക്കെ. കാരന് വല്ലപ്പോഴും മാത്രമേ തിയോ കാണുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അനീസനോട് ഡേറ്റ് ചെയ്യാനാണ് ഇയാൾക്ക് താല്പര്യം. അപ്പൊ അതായത് മിയർ എക്സ്പോഷർ എഫക്റ്റ് ഒക്കെ പറഞ്ഞ പോലുള്ള കാര്യമാണ്. അപ്പൊ ഇതില് ആൻസർ വരിക പ്രിൻസിപ്പിൾ ഓഫ് പ്രോക്സിമിറ്റി ആണ്. അതായത് ഇങ്ങനെ അടുത്തടുത്ത് ഇരിക്കുന്നത് കൊണ്ടുള്ള ആ ഒരു ഇഷ്ടം എന്നുള്ളതിന് പ്രിൻസിപ്പിൾ ഓഫ് പ്രോക്സിമിറ്റി എന്നും പറയാം. അടുത്ത് സോഷ്യൽ ഇൻഫ്ലുവൻസ്. ഇപ്പൊ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് സോഷ്യൽ ഇൻഫ്ലുവൻസ് ആണ് കേട്ടോ എടുക്കാനുള്ളത്. സോഷ്യൽ ഇൻഫ്ലുവൻസും അതിന്റെ ടൈപ്സും ഒക്കെ ഉണ്ട്. പിന്നെ നമുക്ക് കുറച്ച് ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളുണ്ട്. കൺഫോമിറ്റി, ഒബീഡിയൻസ്, കംപ്ലൈൻസ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഓക്കെ, എടുക്കാം. സോഷ്യൽ ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞാൽ നമ്മള് ബാക്കിയുള്ള ആൾക്കാർ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു, എങ്ങനെ നമ്മളെ സ്വാധീനിക്കുന്നു. ബാക്കിയുള്ള ആൾക്കാർ നമ്മളെ ബിഹേവിയറും ആറ്റിറ്റ്യൂഡും ഫീലിങ്സും ഒക്കെ ചേഞ്ച് ചെയ്യാൻ എങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, അതൊക്കെയാണ് സോഷ്യൽ ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞാൽ. അതിൽ സോഷ്യൽ ഫെസിലിറ്റേഷൻ എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ബാക്കിയുള്ളവരുടെ പ്രസൻസിൽ നമ്മളെ പെർഫോമൻസ് ഇൻക്രീസ് ചെയ്യും. ഇപ്പൊ ഒരു പാട്ടുകാരൻ പാട്ട് പാടുന്നത് സ്വന്തം വീട്ടിൽ നിന്ന് റൂമിൽ നിന്ന് ഒറ്റയ്ക്ക് പാടുന്നതിനേക്കാളും മൊത്തം ഓഡിയൻസ് ഇങ്ങനെ നോക്കി നിന്ന് അയാളുടെ ഇതിന് ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തിട്ട് ബാക്കിയുള്ള എല്ലാവരുടെയും പ്രസൻസിൽ പാടുമ്പോൾ നമ്മളെ പെർഫോമൻസ് കൂടും എന്നാണ് സോഷ്യൽ ഫെസിലിറ്റേഷനിൽ പറയുന്നത്. അപ്പൊ ഇതാണ് ഇവിടെ 3 കേസ് ഉണ്ട്. ഒന്ന് ഓഡിയൻസ് ഉള്ളതുകൊണ്ട് നമ്മുടെ പെർഫോമൻസ് കൂടും. അല്ലെങ്കിൽ ഇത് സോഷ്യൽ ഫെസിലിറ്റേഷനിലൊക്കെ ആദ്യം സ്റ്റഡി നടത്തിയ ഒരാളുണ്ടായിരുന്നു, നോർമാൻ ട്രിപ്ലെറ്റ് എന്ന് പറഞ്ഞ മൂപ്പര് സൈക്ലിംഗ് ചെയ്യായിരുന്നു. ഇയാള് സൈക്ലിംഗ് ചെയ്യുന്ന പോലെ ഒബ്സർവ് ചെയ്താൽ തോന്നുന്നുണ്ട്. എന്തായാലും കുറച്ച് പേര് ഒബ്സർവ് ചെയ്യുന്ന സമയത്ത് ഇവർക്ക് കോമ്പറ്റീറ്റർ ഉണ്ടാവുമ്പോൾ പെർഫോമൻസ് കൂടും. അതെപ്പോഴും അങ്ങനെ തന്നെയല്ല. ഇപ്പൊ പഠിക്കുന്ന കാര്യത്തിലാണെങ്കിലും ഫസ്റ്റ് ഇപ്പൊ ഒരു ക്ലാസ്സിൽ ഇപ്പൊ എങ്ങനെയോ മൂക്കില്ല രാജ്യത്ത് മുഴിമുക്ക രാജാവ് എന്ന് പറഞ്ഞ പോലെ നമ്മൾ ടോപ്പ് ആവാതെ ഫസ്റ്റ് റാങ്ക്, സെക്കൻഡ് റാങ്ക്, തേർഡ് റാങ്കിലൊക്കെ ഉള്ള കുട്ടികൾ തമ്മിൽ വൻ കോമ്പറ്റീഷൻ നടക്കുന്ന സമയത്ത് ഫസ്റ്റ് റാങ്കിനൊക്കെ വേണ്ടി അടിയായിരിക്കും. അങ്ങനെ കോമ്പറ്റീറ്റർ ഉണ്ടാവുമ്പോൾ നമ്മളെ ഫെസിലിറ്റേഷൻ ചെയ്യും, അതായത് പെർഫോമൻസ് ഇംപ്രൂവ് ആവും. അല്ലെങ്കിൽ കോ ആക്ടർ ഉണ്ടാവുമ്പോൾ ഇതേപോലെ നമ്മൾ കൂടെ വർക്ക് ചെയ്യുന്ന ആളൊക്കെ ഉണ്ടാകുമ്പോഴും കൂടെ വർക്ക് ചെയ്യുന്നവരൊക്കെ നമ്മൾ നോക്കുമ്പോൾ ഓരൊക്കെ പണിയെടുക്കുക, നമ്മൾ വേഗം പണിയെടുത്ത് തീർക്കാമല്ലോ, ഒരു പോയി പറഞ്ഞു കൊടുക്കുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ കൊണ്ട് പെർഫോമൻസ് കൂടും. സോഷ്യൽ ഫെസിലിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. വേറെയുള്ള ആൾക്കാരുടെ പ്രസൻസിൽ നമ്മളെ പെർഫോമൻസ് കൂടും. അപ്പൊ ഈ വേറെയുള്ള ആൾക്കാർ പറയുമ്പോൾ ഓഡിയൻസോ കോമ്പറ്റീറ്ററോ കോ ആക്ടറോ ആര് വേണമെങ്കിലും ആവാം. അപ്പൊ എലോൺ ആയിട്ട് പെർഫോം ചെയ്യുന്നതിനേക്കാളും ബാക്കിയുള്ളവരുടെ പ്രസൻസിലാണ് കോമ്പറ്റീഷൻ കൂടുന്നത്. ഈ ഒരു ടേം കോയിൻ ചെയ്തത് ആരാണ്? ഫ്ലോയിഡ് ആൽപോർട്ട് ആണ്. ഫ്ലോയിഡ് ആൽപോർട്ട് സോഷ്യൽ സൈക്കോളജിയിലുള്ള ഒരു മെയിൻ ആൾക്കാരിൽ ഒരാളാണ് കേട്ടോ. ഇനി സോഷ്യൽ ഇന്റർഫറൻസ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അതെന്താന്ന് വെച്ചാൽ, അല്ലെങ്കിൽ സോഷ്യൽ ഇന്റർഫറൻസ്, സോഷ്യൽ ഇൻഹിബിഷൻ എന്നൊക്കെ പറയും. ബാക്കിയുള്ള ആൾക്കാരുടെ പ്രസൻസിൽ നമുക്ക് പെർഫോമൻസ് കുറയുന്നതിനെയാണ് അങ്ങനെ പറയാം. ഇപ്പൊ കല്യാണ വീട്ടിൽ പോയിട്ട് നമ്മൾ ഫുഡ് കഴിക്കുക, നല്ല ചിക്കൻ ബിരിയാണി ഒക്കെ കഴിക്കുമ്പോൾ എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ നമ്മളെ പെർഫോമൻസ് കുറയും, നമ്മൾ മര്യാദയ്ക്ക് കഴിക്കാനാവില്ല. വീട്ടിലാണെങ്കിൽ നല്ലോണം ചിക്കനൊക്കെ കടിച്ച് നല്ല രീതിയിൽ തിന്നാൻ പറ്റും. ആ ഒരു ഇതിൽ എല്ലാവരും നോക്കി നിൽക്കുമ്പോൾ കുറെ ഫുഡ് ചോദിക്കാൻ ഒരു മടിയാണ് എന്നൊക്കെ ഉള്ളത്, അതാണ് സോഷ്യൽ ഇന്റർഫറൻസ്. ഇത്രേ ഉള്ളൂ. ബാക്കിയുള്ളവരെ പ്രസൻസിൽ പെർഫോമൻസ് കുറയും. ചിലപ്പോൾ ക്ലാസ് എടുക്കുമ്പോഴൊക്കെ നമുക്ക് അങ്ങനെ തോന്നുന്നുണ്ടാവും. എല്ലാവരും ഇങ്ങനെ നമ്മളെ നോക്കി നിൽക്കുമ്പോൾ കണ്ണിലേക്ക് നോക്കി നിൽക്കുമ്പോൾ ക്ലാസ് എടുക്കാൻ പറ്റാണ്ടിരിക്കുക. അല്ലെങ്കിൽ ഒരു ഫിലിമിൽ ഉണ്ടായിരുന്നിട്ട് ഒരു കുട്ടി നല്ലോണം ഡാൻസ് ചെയ്യും, റോഡുമെന്നൊക്കെ ഡാൻസ് ചെയ്യും, പക്ഷെ ഇങ്ങനെ സ്റ്റേജിൽ ആദ്യമായിട്ട് പെർഫോം ചെയ്തപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ഭയങ്കര ടെൻസ്ഡ് ആയി. അപ്പൊ അങ്ങനെ പല കാരണങ്ങളുകൊണ്ടും ഉണ്ടാവാം. ഇത് സോഷ്യൽ ഫെസിലിറ്റേഷന്റെ നേരെ ഓപ്പോസിറ്റ്സ് ആണ്. ഇപ്പൊ സോഷ്യൽ ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളെ ബിഹേവിയർ, ആറ്റിറ്റ്യൂഡ്, ഫീലിങ്സിനൊക്കെ ചേഞ്ച് ചെയ്യാനൊക്കെ പറ്റും ബാക്കിയുള്ളവർ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുമ്പോൾ. സോഷ്യൽ ഫെസിലിറ്റേഷൻ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ പ്രസൻസിൽ നമ്മളെ പെർഫോമൻസ് ഇംപ്രൂവ് ആവുന്നതിനെയാണ് അങ്ങനെ പറയുന്നത്. ഓഡിയൻസോ കോമ്പറ്റീറ്ററോ കോ ആക്ടറോ ആര് വേണമെങ്കിലും ആവാം. ഇനി
ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് തിയറീസ് ഉണ്ട് സോഷ്യൽ ഇൻഫ്ലുവൻസിലൊക്കെ വരുന്നത്. അതിലൊന്ന് സെജോങ്ങിന്റെ ഡ്രൈവ് തിയറിയാണ്. ഇതിൽ പറയുന്നത് ഹൈലി സ്കിൽഡ് ടാസ്ക് ആകുമ്പോഴാണ് ഇങ്ങനെ പെർഫോമൻസ് കൂടാറുള്ളത്. അത്ര സ്കിൽ അല്ലെങ്കിൽ ഇന്റർഫിറൻസ് ആണ് ഉണ്ടാവുക എന്ന് പറഞ്ഞു. അതായത് ഇപ്പൊ നമുക്ക് നന്നായിട്ട് ഭരതനാട്യം അറിയാം, അപ്പൊ നമ്മൾ സ്റ്റേജിൽ പോയി പെർഫോം ചെയ്യാണ്, എല്ലാവരും നോക്കി നിൽക്കുന്നുണ്ട്, എല്ലാവരും കൈയടിച്ച് അടിപൊളിയായിട്ടുണ്ട്. പക്ഷെ നമുക്ക് അധികം അറിയാത്തൊരു സംഭവം, ഇപ്പൊ നമുക്ക് പാടാനൊന്നും അത്ര അറിയില്ല, അപ്പൊ എല്ലാവരും നോക്കി നിൽക്കുമ്പോൾ ഉള്ളതും കൂടി കിട്ടാതായിപ്പോ, അതായത് തീരെ പെർഫോം ചെയ്യാൻ പറ്റാതായിപ്പോ. അപ്പൊ അവിടെ ഇന്റർഫറൻസ് ആണ് വരുന്നത്. ഇതാണ് സെജോങ്ങിന്റെ ഡ്രൈവ് തിയറി, സെജോങ് പ്രപ്പോസ് ചെയ്തത്. ഇനി അടുത്തത് ഇവാലുവേഷൻ അപ്രഹെൻഷൻ തിയറി. ഇതൊക്കെ ചെറിയ ഒന്ന് രണ്ട് ടേംസിൽ സെന്റൻസിൽ പറയുകയാണെങ്കിൽ ഇത് അത്രേ പറയാനുള്ളൂ, ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാനില്ല. പക്ഷെ ഇതിൽ ഓരോന്നിന്റെ കോൺസെപ്റ്റ് നിങ്ങൾ എന്തായാലും മനസ്സിലാക്കണം. കാരണം ഇവാലുവേഷൻ അപ്രഹെൻഷൻ തിയറി ഒക്കെ മുമ്പ് ചോദിച്ചത് കണ്ടിട്ടുണ്ട്. ഇവാലുവേഷൻ അപ്രഹെൻഷൻ തിയറി എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരൊക്കെ നമ്മളെ ഇവാലുവേറ്റ് ചെയ്യുമോന്ന് ഇങ്ങനെ ഉള്ള ആ ഒരു ടെൻഷനിൽ നമുക്ക് പെർഫോമൻസ് ഡിസ്റപ്റ്റഡ് ആവാം. എല്ലാവരും ഇവാലുവേറ്റ് ചെയ്യുമോന്നുള്ള പേടി എനിക്ക് ഉണ്ടാവലുണ്ട് കേട്ടോ. ഓഫ്ലൈൻ സെഷൻസ് ഒക്കെ എടുക്കാൻ പോകുമ്പോൾ, ഇതിപ്പോ ഓൺലൈൻ ക്ലാസ് ആകുമ്പോൾ നമുക്ക് അത്ര ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. പക്ഷെ ഓഫ്ലൈൻ ആയിട്ട് എടുക്കാൻ പോകുമ്പോൾ തെറ്റോ, അങ്ങനെ എല്ലാവരും നമ്മളെ കണ്ണിലേക്ക് നോക്കൂലേ, എല്ലാവരും ഇവാലുവേറ്റ് ചെയ്യൂലേ, ചെറിയ മിസ്റ്റേക്സ് വരെ അവർ കാണൂലേ, നമ്മളങ്ങനെ നോക്കി നിൽക്കൂലേ എന്നൊക്കെയുള്ള എന്തൊക്കെയോ ഒരു പേടി. പക്ഷെ അങ്ങനെ പേടിയുണ്ടെങ്കിലും പെർഫോമൻസ് അങ്ങനെ ഡിസ്റപ്റ്റഡ് ആവാറില്ല. അങ്ങനെ പെർഫോമൻസ് ഡിസ്റപ്റ്റഡ് ആവുന്നതിനെയാണ് ഇവാലുവേഷൻ അപ്രഹെൻഷൻ തിയറി എന്ന് പറയുന്നത്. മറ്റുള്ളവരൊക്കെ നമ്മളെ ഇവാലുവേറ്റ് ചെയ്യുമോ എന്നുള്ള പേടി, അതുകൊണ്ട് പെർഫോമൻസ് ഡിസ്റപ്റ്റഡ്, പെർഫോമൻസിനെ ബാധിക്കുക, മോശമാവുക. അപ്പോൾ അങ്ങനെ എല്ലാവരും നോക്കുമ്പോൾ ക്ലാസ് എടുക്കാൻ കിട്ടാതായി പോവുക, അല്ലെങ്കിൽ ഡാൻസ് ചെയ്യുന്ന ഒരാൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റാതൊക്കെയൊക്കെ ചെയ്യുന്നത് ഈ ഇവാലുവേഷൻ അപ്രഹെൻഷൻ തിയറി കാരണം ആയേക്കാം. ഇനി അടുത്തതാണ് സെജോങ്ങിന്റെ ഡിസ്ട്രാക്ഷൻ കോൺഫ്ലിക്റ്റ് തിയറി. അതായത് നമുക്കൊരു കോഗ്നിറ്റീവ് ലോഡ് വരും. എന്താ വെച്ചാല് നമ്മൾ ഈ ഭരതനാട്യം കളിക്കുമ്പോൾ നമുക്ക് ടാസ്കിലും ശ്രദ്ധിക്കണം, ഓഡിയൻസിനെ ശ്രദ്ധിക്കണം. അപ്പം ഭയങ്കര ഒരു കോഗ്നിറ്റീവ് ലോഡ് വരും. അതൊരാളുടെ അറ്റൻഷനെ റെസ്ട്രിക്റ്റ് ചെയ്യും, ആ ഒരു എസെൻഷ്യൽ സ്റ്റിമുലയിൽ. ഇതിപ്പോ കോഗ്നിറ്റീവ് ലോഡ് മെയിൻ ആയിട്ട് വരുന്നത് ഇങ്ങനത്തെ സ്പീച്ചിനൊക്കെ ആയിരിക്കും കേട്ടോ. സ്പീച്ചിനും ക്ലാസ് എടുക്കാനൊക്കെ പോകുമ്പോഴേക്കും അവിടെയാണ് നമ്മൾ ഓഡിയൻസിനെ ശ്രദ്ധിക്കേണ്ടത്. അതായത് ഓഡിയൻസിനൊക്കെ നോക്കണം അവർ ശ്രദ്ധിക്കുന്നുണ്ടോ എന്നുള്ളതും, അവരെ ഐ കോണ്ടാക്ട് ഓരോരുത്തരെ ഒരാളെ തന്നെ നോക്കി നിൽക്കാനും പാടില്ല. മൊത്തം ഇങ്ങനെ 360 ഡിഗ്രി കറങ്ങുന്നത് പോലെ ഒരൊക്കെ ഐ കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്യണം. നമ്മൾ പഠിച്ചു വന്ന പോയിന്റുകളൊക്കെ ഓരോട് പറയുകയും വേണം. രണ്ടും കൂടി ആകുമ്പോൾ നല്ല ബുദ്ധിമുട്ടാവും, കോഗ്നിറ്റീവ് ലോഡ് വരും. ഇതാണ് സെജോങ്ങിന്റെ ഡിസ്ട്രാക്ഷൻ കോൺഫ്ലിക്റ്റ് തിയറി. ഡാൻസിനൊന്നും ഇത് ചിലപ്പോൾ അത്ര ഉണ്ടാവില്ല അവിടെ, കാരണം ഓഡിയൻസിന് അങ്ങനെ നോക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ ഞാൻ ഈ എക്സാമ്പിൾ ഇങ്ങനെ ജസ്റ്റ് ഓർത്ത് വെച്ചാൽ മതി. ഞാൻ ജസ്റ്റ് മൈൻഡിൽ നിന്ന് എടുത്ത് പറയുന്നതാണ്, അല്ലാതെ ഡാൻസിന് ഇങ്ങനെയാണ് സ്പീച്ചിന് ഇങ്ങനെയാണെന്നൊന്നും സെജോങ് പറഞ്ഞില്ല. അപ്പൊ സെജോങ്ങിന്റെ ഡിസ്ട്രാക്ഷൻ കോൺഫ്ലിക്റ്റ് തിയറിയിൽ എന്താ പറയുന്നത്? കോഗ്നിറ്റീവ് ലോഡ് കാരണമുള്ള ഒരു ബുദ്ധിമുട്ട്. അപ്പൊ അതായത് ടാസ്കും നോക്കണം, ഓഡിയൻസിനെ നോക്കണം, അതൊരു പണിയുള്ള കാര്യമാണല്ലോ. ഇനി അടുത്തത് എന്താ? സോഷ്യൽ ഇൻഹിബിഷൻ തിയറി. ഇവിടെ പറയുന്നത് ടെൻഡൻസി ഫോർ ബിഹേവിയർ ദാറ്റ് ആർ എക്സിബിറ്റഡ് വെൻ വൺ ഈസ് അലോൺ ടു ബി മിനിമൈസ്ഡ് ഇൻ ദ പ്രസൻസ് ഓഫ് അതേഴ്സ്. സോഷ്യൽ ഇൻഹിബിഷൻ തിയറി എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളവരുടെ പ്രസൻസിൽ ആ ഒരു പെർഫോമൻസ് കുറവായിരിക്കും എന്നുള്ളത്. ഓക്കെ, ഇനി രണ്ട് ടൈപ്പ് സോഷ്യൽ ഫെസിലിറ്റേഷൻ ആണുള്ളത്. ഒന്ന് കോ ആക്ഷൻ എഫക്റ്റ്, ഒന്ന് ഓഡിയൻസ് എഫക്റ്റ്. ഓഡിയൻസ് എഫക്റ്റ് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞു, നമ്മൾ വീട്ടിൽ നിന്ന് പാടുന്നതിനേക്കാളും ബാക്കിയുള്ളവരുടെ മുമ്പിൽ നിന്ന് പാടുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒരു ഭയങ്കര ഒരു എനർജി വരും, എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുന്നൊക്കെ ഉണ്ടാവും. അപ്പൊ നമ്മളെ പെർഫോമൻസ് കൂടും. കോ ആക്ഷൻ എഫക്റ്റ് എന്ന് പറഞ്ഞാല് നമ്മളെ പെർഫോമൻസ് ബെറ്റർ ആവും. അതിന് കാരണം എന്താണ്? അതേ ടാസ്ക് ചെയ്യുന്ന വേറെ ഉള്ളവർ നമ്മളെ കൂടെ ഉണ്ടാവും. നമ്മളൊരു ഓഫീസിൽ വർക്ക് ചെയ്യാണ്, നമ്മളെ കൂടെ കോ വർക്കർ ഉണ്ട്. അപ്പൊ അവരും നല്ലോണം ചെയ്യുന്നുണ്ട്, നമ്മളും ടാസ്കുകളൊക്കെ പെട്ടെന്ന് ചെയ്യും. പിന്നെ അതുപോലെ ബൈസിക്കിൾ റൈഡ് ഒക്കെ നടത്തുമ്പോഴും ഒക്കെ അങ്ങനെ തന്നെ ആയിരിക്കും. നമ്മൾ ഓപ്പോസിറ്റ് വേറെ ഒരാളുണ്ട്, അപ്പൊ ഫാസ്റ്റർ അല്ലെങ്കിൽ എന്തോ ഒരു ഓട്ട മത്സരം വെക്കുമ്പോൾ എല്ലാവരും കോമ്പീറ്റ് ചെയ്യാൻ കൂടെ ഉണ്ടല്ലോ, അപ്പൊ നമ്മൾ ഓടി മുമ്പിൽ എത്താൻ ശ്രമിക്കുക. അതാണ് കോ ആക്ഷൻ എഫക്റ്റ്. ഓഡിയൻസ് എഫക്റ്റ് മുമ്പിൽ ഓഡിയൻസ് ഉള്ളത്, കോ ആക്ഷൻ എഫക്റ്റ് ഇതുപോലെ ബാക്കിയുള്ളവർ കൂടെ ഉള്ളത്. നിങ്ങൾ ഈ തിയറീസ് ഒക്കെ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കി, ഞാനൊരു കുറച്ച് സമയം തരാം.
അല്ലെങ്കിൽ എല്ലാം കൂടി ആയിട്ട് ഒരു കൺഫ്യൂഷൻ ആവണ്ടായിരിച്ചിട്ട് ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മതി വേഗം. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പിന്നെ നോക്കാം. ഇത് കഴിഞ്ഞില്ലേ? ഈ ഒരു ഇതുകൂടി വായിച്ചു നോക്കി, ഏതൊക്കെയാണ് സോഷ്യൽ ഫെസിലിറ്റേഷനിലുള്ള 2 ടൈപ്സ്. ഓക്കെ, അപ്പൊ തിയറീസ് ഒന്നുകൂടി ജസ്റ്റ് പറയാം. ജോങ്കിന്റെ ഡ്രൈവ് തിയറിയിൽ പറയുന്നത് എന്താ? ഹൈലി സ്കിൽഡ് ടാസ്ക് ചെയ്യുമ്പോൾ നമ്മളെ പെർഫോമൻസ് കൂടും. സ്കില്ലില്ലാത്ത ടാസ്ക്, നമുക്ക് അറിയാത്ത ഒരു കാര്യം ചെയ്യുമ്പോഴാണ് അത് ഇന്റർഫിറൻസ് വരല്. പിന്നെ ഇവാലുവേഷൻ അപ്രഹെൻഷൻ തിയറി എന്ന് പറഞ്ഞാൽ പെർഫോമൻസ് ഡിസ്റപ്റ്റഡ് ആവുന്നുണ്ട്. അതെന്തുകൊണ്ടാ? ബാക്കിയുള്ളവർ ഇവാലുവേറ്റ് ചെയ്യുന്നുള്ള പേടിയുണ്ട്. ഡിസ്ട്രാക്ഷൻ കോൺഫ്ലിക്ട് തിയറിയിൽ കൊഗ്നിറ്റീവ് ലോഡ് വരുന്നുണ്ട്. സോഷ്യൽ ഇൻഹിബിഷൻ തിയറി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതേപോലെ സോഷ്യൽ ഇന്ററാക്ഷൻസ് ഒക്കെ വരുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കിയിട്ട് ഒരു സോഷ്യൽ ഇൻഹിബിഷൻ ആണ് ഉണ്ടാവുക. അതായത് അങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ അവോയ്ഡ് ചെയ്യും. കാരണം എന്താ? നമുക്കൊരു പേടിയാണ് ബാക്കിയുള്ളവർ ഡിസപ്രൂവ് ചെയ്യോ, നമ്മളെ ഫീലിങ്സിനെ എക്സ്പ്രഷൻസിനെ ഒക്കെ ബാക്കിയുള്ളവർ ഡിസപ്രൂവ് ചെയ്യോ എന്നൊക്കെ ഉള്ള ഒരു പേടി കൊണ്ടാണ് അങ്ങനെ വരുന്നത്. അതാണ് സോഷ്യൽ ഇൻഹിബിഷൻ എന്ന് പറയുന്നത്. ചിലപ്പോൾ നമ്മളൊക്കെ അങ്ങനെ ഉണ്ടാവില്ലേ, ചില ഡിസ്കഷൻസ്, പാനൽ ഡിസ്കഷൻസ് ഒക്കെ നടത്തുമ്പോൾ നമ്മൾ ചിലപ്പോൾ മെല്ലെ മാറി നിൽക്കും. അതെന്താ വെച്ചാൽ ബാക്കിയുള്ളവർ ഡിസപ്രൂവ് ചെയ്യോ, ഞാൻ പറയുന്നത് അംഗീകരിക്കൂല എന്നൊക്കെ വിചാരിച്ചിട്ടാണ്. ഒരു ഒരു ആൻസൈറ്റി ഒക്കെ വരിക സോഷ്യൽ ഇന്ററാക്ഷനോടൊക്കെ. അങ്ങനെ നമ്മളിങ്ങനെ വിഡ്രോൺ ആയി നിൽക്കുക. ഇപ്പോൾ ഫ്രണ്ട്സിന്റെ അടുത്ത് പോലും അങ്ങനെ ഒന്നും സംസാരിക്കാത്ത, എല്ലാവരും കൂടി ഇപ്പൊ എന്തെങ്കിലും എല്ലാവരും ഒരു കാര്യത്തിനെ പറ്റി ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ മാറി നിൽക്കുന്ന ആൾക്കാരെ കണ്ടിട്ടില്ലേ? അതിനെ പറ്റി ഒന്നും പറയാതെ, അതായത് നമ്മൾ അവര് പറയുന്ന അംഗീകരിക്കൂല എന്നൊക്കെ വിചാരിച്ചിട്ടാണ്. അതാണ് സോഷ്യൽ ഇൻഹിബിഷൻ തിയറി.